മോളെ, എന്തിനും പരിഹാരമുണ്ട്. കരയുന്നതെന്തിന്? കരയാതെ കാര്യം പറയും. അവൾ മുറ്റത്തെ കസേരയിലിരുന്നു. സുമയ്ക്ക് സങ്കടമായി. തുകുനെ, നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. എന്തെങ്കിലും പറയും മോളെ. നിനക്കെന്ത് പറ്റി? ഒന്നും പറയാനില്ലേ? വിനു എന്തെങ്കിലും പറഞ്ഞോ? സുമ ചോദിച്ചു. ആരും ഒന്നും പറഞ്ഞില്ലമ്മേ. വിനുവിനെ കണ്ടു അല്ലേ? നീ അവനോട് മിണ്ടാതിരുന്നു. കാരണം എന്താണ്? സുമ അവളോട് ചോദിച്ചു. നിനക്ക് വിനുവിനോട് ഇഷ്ടമുണ്ട്, അത് എനിക്കറിയാം. മനസ്സിൽ ഒന്ന് വച്ച് അഭിനയിക്കാൻ എൻ്റെ മോൾ നിൽക്കണ്ട. ഫ്ലാസ്കിലിരുന്ന ചായ കപ്പിൽ പകർന്ന് തുകുനയ്ക്ക് കൊടുത്തുകൊണ്ട് സുമ പറഞ്ഞു. നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഒരേ തീരുമാനം എടുത്തവർ. ഞാൻ നരമ്പ് മുറിച്ച് ചത്തിട്ടില്ല. എന്നെ നീ അല്ല രക്ഷിച്ചത്. ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയും നീ സ്വയം നിന്നെ ശിക്ഷിക്കരുത്. അമ്മയുടെ വാക്കുകൾ തുകുനയുടെ മനസ്സിൽ കൊണ്ടു. അവൾ അമ്മയെ നോക്കി. അമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. സുമ തുടർന്നു. ജീവിതം അവരവർക്കുള്ളതാണ്. പണത്തിന് വേണ്ടിയോ സ്ഥാനത്തിന് വേണ്ടിയോ നമ്മുടെ മനസ്സ് മാറിക്കൊടുക്കുന്നില്ല എങ്കിൽ നീ ഒരു നല്ല ആത്മാവാണ്. ഗോവിന്ദ് കോടീശ്വരനാണ്. വിനു നമ്മളെപ്പോലെ സാധാരണക്കാരനും. പ്രത്യേകിച്ച് എന്തിനായാലും കാരണമില്ലാതെ വിരോധിക്കാൻ നിന്റെ മനസ്സ് നിന്നെ അനുവദിക്കുന്നില്ല. അതാണ് ഈ കണ്ണുനീർ. നീ ചായ കുടിക്ക്. ലത കിടക്ക ശരിയാക്കിയിട്ടുണ്ടാകും. ഒന്ന് റെസ്റ്റ് എടുക്ക്, എല്ലാം ശരിയാവും. സുമ മകളെ വിളിച്ചുകൊണ്ട് അവളുടെ റൂമിൽ കയറി. ലത അവളുടെ ബുക്സ് എല്ലാം നേരെ അടുക്കി വെച്ചുകൊണ്ട് തുകിനയുടെ മുഖത്ത് നോക്കി. അവളുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു. എന്തെങ്കിലും കൊണ്ടുവരണോ മോളെ? അവളോടായി ചോദിച്ചു. ഒന്നും വേണ്ട ചേച്ചി, ഒന്ന് കിടക്കട്ടെ. ഓ, മോള് കിടന്നോ? ലത മുറിയിൽ നിന്നിറങ്ങി. സുമ മകൾക്ക് പുരട്ടാൻ ബാമെടുത്തു. അത് വേണ്ട എന്നവൾ ആംഗ്യം കാട്ടി. സുമ മകളുടെ ബെഡിലിരുന്നു. അവളുടെ കൈ തലോടിക്കൊണ്ടിരുന്നു. തുകുന പറഞ്ഞു. എനിക്ക് തലവേദന ഇല്ലമ്മേ, മനസ്സിൻ്റെ വേദനയാണ്. എന്തിന് വേദനപ്പെടണം? ഞാനും അച്ഛനും ഉള്ളതാണോ വേദന? അമ്മേ, എന്താണമ്മേ? നിന്റെ വേദന ഞങ്ങളല്ലേ ഇപ്പോൾ? എന്താണ് അമ്മ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നത്? തുകുന വീണ്ടും ഏങ്ങലടിക്കാൻ തുടങ്ങി. നീ നല്ലൊരു കാമുകി പെണ്ണായി. സുമ മകളെ കളിയാക്കി. അമ്മേ, അവൾ കിടക്കയിൽ നിന്ന് എണീറ്റിരുന്നു. നീ എന്ത് ഭാവിച്ചാ മോളെ? അവനെ കളിപ്പിച്ച് ഒരു വിധമാക്കി. ആ ചെറുക്കൻ എന്ത് വിഷമിക്കുന്നുണ്ടാവും? അവനെ കാണുമ്പോൾ പേടിയാകാൻ കാരണം ഞാനൊന്നും കാണുന്നില്ല. അച്ഛൻ്റെ ഗോവിന്ദ് വന്നതുകൊണ്ടാണോ? ഈ കാര്യം നീ തന്നെ തീരുമാനിക്കണം. ഞങ്ങൾ നടത്തിത്തരും. ഏതായാലും നിനക്ക് ഇഷ്ടപ്പെടണം. ആർക്ക് വേണ്ടിയും സ്വന്തം ഇഷ്ടം കളഞ്ഞാൽ മനസ്സിലെ ദുഃഖം നിന്റെ സന്തോഷങ്ങളെ വിഴുങ്ങും. സ്വയം തീരുമാനമെടുക്കാതെ ഇഷ്ടമുള്ള ഒരാളിനെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കപ്പെട്ടാലും നല്ല മനസ്സുള്ളവർക്ക് സഹിക്കാനാവില്ല. മീനാക്ഷിയും നിന്നെ കെട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദിൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്. മനച്ചേർച്ച ഉണ്ടായാൽ പകുതിയായി. നിന്റെ കാര്യത്തിൽ ഞാൻ അച്ഛനോട് വരുമ്പോൾ പറയാം. അച്ഛന് വിനുവിനെ ഇഷ്ടമാകും. നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണമില്ലാതെ സുഹൃത്ത് ബന്ധം ഭയക്കുന്നത്? എനിക്ക് മീനാക്ഷിയുടെ മകൻ മരുമകനാകുന്നതാണ് ഇഷ്ടം, കേട്ടോ? സുമയുടെ വാക്കുകൾ കേട്ട് തുകുന സന്തോഷത്തോടെ ചായ ചുണ്ടോടടുപ്പിച്ചു. അപ്പോഴാണ് അത് സംഭവിച്ചത്.